ബംഗളൂരു വിമാനത്താവളത്തിൽ വിദേശ വനിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം. കൊറിയൻ യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായത്. സുരക്ഷാ പരിശോധന എന്ന പേരിൽ വിമാനത്താവളത്തിലെ ജീവനക്കാർ യുവതിയെ പുരുഷന്മാരുടെ ശുചിമുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കടന്നു പിടിച്ചു. ജീവനക്കാരൻ അറസ്റ്റിലായിട്ടുണ്ട്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, ഈ അറസ്റ്റിലായ ജീവനക്കാരന്റെ പേരെന്താണ്? ഈ കാണുന്ന ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പേരെന്താണ്? എന്ത് നടപടിയാണ് ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ളത്? ബംഗളൂരു വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യ സാറ്റ്സിന്റെ ജീവനക്കാരനായിട്ടുള്ള മുഹമ്മദ് അഫ്സാൻ അഹമ്മദ് എന്നയാളാണ് ഈ യുവതിയോട്, വിദേശ വനിതയോട് മോശമായി പെരുമാറിയത്. അതായത് സുരക്ഷാ പരിശോധന അല്ലെങ്കിൽ ബാഗേജ് പരിശോധനയ്ക്ക് നടക്കുന്നതിനിടയിൽ ഇവരുടെ ബാഗിൽ നിന്ന് ബീപ്പ് ശബ്ദം വന്നു. തുടർന്ന് ഇവരെ വിശദമായി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമീപത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പുരുഷന്മാരുടെ ശുചിമുറിയിലേക്ക് ഇയാൾ വിളിച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് ഇവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും കടന്നു പിടിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഭയന്ന് നിലവിളിച്ച് യുവതി പെട്ടെന്ന് തന്നെ ഓടി പുറത്തേക്കെത്തി. തുടർന്ന് മറ്റ് ജീവനക്കാരെയെല്ലാം വിവരമറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഈ വിമാനത്താവളം പോലീസിൽ ഈ വിമാനത്താവള അധികൃതർ വിവരമറിയിച്ചു. തുടർന്ന് ഈ മുഹമ്മദ് അഫ്സാനെ പോലീസ് പിടികൂടുകയാണ് ചെയ്തത്. ഇയാൾക്കെതിരെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ യുവതി കൊറിയയിലേക്ക് പോവാൻ വേണ്ടി, ബംഗളൂരുവിൽ വിമാനത്താവളത്തിൽ നിന്ന് കൊറിയയിലേക്ക് പോവാൻ വേണ്ടി എത്തിയ യുവതിക്കാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത്. ഈ വിദേശ വനിതയോട് ഇത്രയും മോശമായി പെരുമാറുന്നത്, അതും ഇത്രയും അതീവ സുരക്ഷാ മേഖലയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ശരി.